കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള സ്പീക്സ് തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇത്തവണ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത് എന്ന പ്രതീതി മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും UDF കൃത്യവും ആധികാരികവുമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്കെത്തുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു കണ്ടെത്തലും നിഗമനവും ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് നിലകൊള്ളുന്നു എന്നതാണ്. ശക്തമായ ഇടതുവിരുദ്ധ വികാരമോ CPM വിരുദ്ധ വികാരമോ ഭരണവിരുദ്ധ വികാരമോ അല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. നേരെ മറിച്ച് പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നതെന്ന് ഈ എക്സിറ്റ് പോളിൻ്റെ സൂചനകളിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയാകുവാൻ പോകുന്നത് പ്രധാനമായും 2 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് CPMനെതിരായി ഇടതുമുന്നണിക്കെതിരായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരായി ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ ഏകീകരണം സംഭവിച്ചിട്ടുണ്ട്. മലബാർ മേഖലയിൽ ഇത് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ ഏകീകരണമാണെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ഭൂരിഭാഗം മേഖലകളിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളും ഇടതുമുന്നണിക്കും സർക്കാരിനും എതിരായി നിലകൊള്ളുവാനുള്ള പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് തന്നെയാണ്. ഇനി രണ്ടാമതായി ഇടതുമുന്നണിയുടെയും CPMൻ്റെയും അടിസ്ഥാന വോട്ട് ബാങ്കായിട്ടുള്ള ഇഴവ വോട്ട് ബാങ്കുകളിൽ നിന്ന് കൃത്യമായ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ഇഴവ വോട്ട് ബാങ്കുകൾ CPMൽ നിന്ന് BJPയിലേക്ക് ഒഴുകുന്ന ഒരു പ്രവണത 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും ദൃശ്യമായിരുന്നു. എന്നിരുന്നാലും മുസ്ലിം വോട്ട് ബാങ്കുകളുടെ ശക്തമായ പിന്തുണയുടെ ആനുകൂല്യത്തിൽ ഈ ഒരു പോരായ്മ മറികടക്കുവാൻ അന്ന് CPMനും ഇടതുമുന്നണിക്കും സാധിച്ചതിനാൽ തന്നെയാണ് കൃത്യമായ ഒരു വിജയവും ചരിത്രം കുറിച്ചുകൊണ്ടുള്ള തുടർ ഭരണവും നേടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചത്. എന്നാൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകിയത് മുസ്ലിം വിഭാഗങ്ങൾ അവരെ കൈവിട്ടതിനോടൊപ്പം തന്നെ അവർക്ക് കൈവിട്ടു പോയിട്ടുള്ള ഇഴവ വോട്ട് ബാങ്കുകളെ തിരികെ എത്തിക്കുവാനുള്ള CPMൻ്റെയും ഇടതുമുന്നണിയുടെയും ശ്രമങ്ങൾ പാളിപ്പോയതാണ്. ഈ തിരഞ്ഞെടുപ്പിലും വിഭിന്നമായ ഒരു സാഹചര്യമല്ല നിലകൊള്ളുന്നത്. മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളും ഇടതുമുന്നണിയെ പൂർണ്ണമായും കൈയൊഴിയുമ്പോൾ അവരുടെ എല്ലാ കാലത്തെയും കോട്ടയായിരുന്ന ഇഴവ വോട്ട് ബാങ്കുകൾ BJPയിലേക്ക് വിഘടിച്ചു പോകുന്നത് അവർക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിലകൊള്ളുമ്പോഴും ചില ജില്ലകളിൽ കൃത്യമായ മുന്നേറ്റമുണ്ടാക്കുവാൻ UDFന് സാധിക്കാതെ പോകുന്നത്, അവരുടെ പ്രകടനം മോശപ്പെട്ടു പോകുന്നത് അവരുടെ സംഘടനാ സംവിധാനത്തിലെ പോരായ്മകളാണ്. ഇതിന് പ്രധാനമായും കാരണമാകുന്നത് കോൺഗ്രസിൻ്റെ ദുർബലമായ സംഘടനാ സംവിധാനങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ജില്ലകൾ ഏതൊക്കെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്തുവാൻ കഴിയുന്നത് 3 ജില്ലകളാണ്. ഒന്നാമത്തെ ജില്ല പാലക്കാടാണ്, രണ്ടാമത്തെ ജില്ല തൃശ്ശൂർ ജില്ലയാണ്, മൂന്നാമത്തെ ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ ദുർബലമായ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ, അതായത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ ഏകീകരണം ഒട്ടൊക്കെ UDFനെ തുളയ്ക്കുന്നതിനാൽ ചില മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത് എന്നും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ UDFനെയും കോൺഗ്രസിനെയും ചതിക്കുന്നത് അവരുടെ ദുർബലമായ സംഘടനാ സംവിധാനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് ഈ 2 ജില്ലകളിലും കൃത്യമായ ഒരു മേൽക്കോയ്മ ഉറപ്പിക്കുവാനും അവർക്ക് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുവാനും സാധിച്ചിട്ടുണ്ട്. ഇനി BJPയെ സംബന്ധിച്ച് പറയുമ്പോൾ നിരവധി മണ്ഡലങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും വോട്ട് ഷെയറിൽ ഗണ്യമായ ഒരു വർധനവ് അവർ വരുത്തുകയും ചെയ്യുമ്പോഴും 2 സീറ്റുകളിലേക്ക് അവരുടെ വിജയം ചുരുങ്ങും. ആ 2 സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ UDF, LDF, NDA എന്നീ മുന്നണികൾ ഏതൊക്കെ സീറ്റ് നേടുമെന്ന് ജില്ല തിരിച്ചൊരു കണക്ക് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ആദ്യമായി നമ്മൾ കാസർഗോഡ് ജില്ലയാണ് പരിഗണിക്കുന്നത്. ഒന്നോർക്കുക, നമ്മൾ UDFന് ഉറപ്പുള്ള സീറ്റുകൾ, LDFന് ഉറപ്പുള്ള സീറ്റുകൾ, NDAക്ക് ഉറപ്പുള്ള സീറ്റുകൾ, പ്രവചനാതീതമായ സീറ്റുകൾ എന്നീ 4 കാറ്റഗറികളായിട്ടാണ് സീറ്റുകളെ വിഭജിച്ചിരിക്കുന്നത്. ആദ്യമായി നാം പരിഗണിക്കുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ളത് 5 സീറ്റുകളാണ്. അതിൽ 2 UDF ഉറപ്പിക്കുമ്പോൾ 1 LDF ഉറപ്പിക്കുന്നുണ്ട്. 2 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. ഈ 2 സീറ്റുകളിലും മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. ഇനി കണ്ണൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ ആകെയുള്ള 11 സീറ്റുകളിൽ 6 കൃത്യമായ മേൽക്കോയ്മ നേടുവാൻ UDFന് സാധിച്ചിട്ടുണ്ട്. UDFന്
6 സീറ്റ് ലഭിക്കുമ്പോൾ LDFന് 5 സീറ്റുകളാണ് ലഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോഴാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വലിയൊരു മുന്നേറ്റം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓർക്കണം, കോൺഗ്രസിന് ഒരു പതിറ്റാണ്ട് കാലമായി ഒരു MLA പോലും വിജയിപ്പിക്കുവാൻ കഴിയാത്ത ഒരു ജില്ലയായ കോഴിക്കോട് സ്വപ്നതുല്യമായ ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസും UDFും നടത്തുന്നത്. ജില്ലയിലെ ആകെയുള്ള 13 സീറ്റുകളിൽ 8ഇടത്ത് UDF വിജയമുറപ്പിക്കുമ്പോൾ 5ഇടത്തേക്ക് ഇടതുമുന്നണി ചുരുങ്ങുകയും ചെയ്യും. 2021 11 സീറ്റുകൾ നേടിയെടുത്തു നിന്നാണ് 5 സീറ്റുകളിലേക്ക് ഇടതുമുന്നണി ഇവിടെ ചുരുങ്ങിപ്പോകുന്നത്. വയനാട് ജില്ലയിലെ ആകെയുള്ള 3 സീറ്റുകളിൽ 3ഇടത്തും UDFന് കൃത്യമായ ഒരു ആധിപത്യം ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. LDFിനൂടെ ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ മലപ്പുറം ജില്ല നമ്മൾ ഓർക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കരുത്തുറ്റ കോട്ടയാണ് മലപ്പുറം. ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും മലപ്പുറത്ത് സീറ്റുകളുടെ എണ്ണത്തിൽ വലിയൊരു ആധിപത്യം നേടുവാൻ ലീഗിൻ്റെ പിൻബലത്തിൽ UDFിന് എല്ലാ കാലത്തും സാധിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ജില്ലയിലെ ന്യൂനപക്ഷ ഏകീകരണം പൂർണ്ണമായും UDFിന് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ 15 സീറ്റുകൾ, ആകെയുള്ള 16 സീറ്റുകളിൽ 15ഇടത്ത് വിജയമുറപ്പിക്കുവാൻ UDFിന് സാധിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും വിജയമുറപ്പിക്കുവാൻ LDFിന് സാധിച്ചിട്ടില്ല. പൊന്നാനി സീറ്റിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നതെന്നാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ വിലയിരുത്തുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFിൻ്റെ ദുർബലമായ സംഘടനാ സംവിധാനം ഇവിടെ ഇടതുമുന്നണിക്ക് അനുഗ്രഹമായി മാറുകയാണ്. എന്നിരുന്നാൽ പോലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ ജില്ലയിൽ അത് വിജയത്തിലേക്ക് എത്തിക്കുവാനോ സീറ്റുകളാക്കുവാനോ BJPക്ക് സാധിക്കുന്നില്ല, NDAക്ക് സാധിക്കുന്നില്ല. പാലക്കാട് ജില്ലയിലെ ആകെയുള്ള 11 സീറ്റുകളിൽ 4ഇടത്ത് UDF കൃത്യമായ മേധാവിത്വം ഉറപ്പിച്ച് 4 സീറ്റുകളിൽ വിജയമുറപ്പിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് 7 സീറ്റുകളിലാണ് വിജയമുറപ്പിക്കുവാൻ സാധിക്കുന്നത്. ഒരു സീറ്റിൽ പ്രവചനാതീതമായ പോരാട്ടമാണ് നടക്കുന്നത്. അതായത് പാലക്കാടിൻ്റെ കണക്ക് UDF 4, LDF 7, പ്രവചനാതീതമായ പോരാട്ടം അല്ലെങ്കിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം എന്നീ നിലയിലാണ് കാര്യങ്ങൾ. അതുപോലെ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുമ്പോഴും സമാനമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കും. തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ളത് 13 സീറ്റുകളാണ്. അതിൽ UDFിന് കൃത്യമായ മേധാവിത്വം ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് 4 സീറ്റുകളിൽ മാത്രമാണ്. ഓർക്കണം, തൃശ്ശൂർ ജില്ലയിൽ 4 സീറ്റ് എന്ന് പറയുന്നത് പോലും UDFിനെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റമാണ്. 2021 2016 അവർക്ക് ഓരോ സീറ്റ് മാത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ലഭിച്ചത്. LDFിനെ സംബന്ധിച്ച് 6 സീറ്റുകളിൽ അവർ വിജയമുറപ്പിക്കുമ്പോൾ 10 സീറ്റുകളാണാകുന്നത്. 3 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. ഇത് UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മേന്മയും നേട്ടവും മുന്നേറ്റവുമാണെന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇനി അടുത്തത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. ഓർക്കണം, എറണാകുളം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് മലപ്പുറം പോലെയാണ് എറണാകുളം ജില്ല കോൺഗ്രസ്സിന്. എല്ലാ പ്രതികൂല കാലാവസ്ഥയിലും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുവാൻ എറണാകുളം ജില്ലയിൽ കോൺഗ്രസ്സിനും UDFിനും സാധിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 14 സീറ്റുകളിൽ 9 വിജയിക്കുവാൻ കോൺഗ്രസിനും UDFിനും ഈ ജില്ലയിൽ സാധിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ 14 സീറ്റുകളിൽ 12ഇടത്ത് UDF വിജയം ഉറപ്പാക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ഒരു സീറ്റിൽ പോലും വിജയമുറപ്പില്ല. എറണാകുളം ജില്ലയിലെ 12 കഴിഞ്ഞുള്ള ബാക്കി 2 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്, ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത് എന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് കനത്ത തിരിച്ചടി സമ്മാനിച്ച ഒരു ജില്ലയാണ്. ജില്ലയിലെ ആകെയുള്ള 5 സീറ്റുകളിൽ അന്ന് ഒരിടത്ത് മാത്രമാണ് UDF വിജയിച്ചതെങ്കിൽ UDFിൻ്റെ വലിയൊരു തിരിച്ചുവരവിൻ്റെ സൂചനയാണ് ഇടുക്കിയിൽ നിന്നുള്ള ചിത്രം വ്യക്തമാക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ആകെയുള്ള 5 സീറ്റുകളിൽ 3ഇടത്ത് UDF വിജയം ഉറപ്പിക്കുമ്പോൾ ഒരു സീറ്റിൽ മാത്രമാണ് LDFിന് വിജയം ഉറപ്പിക്കുവാൻ കഴിയുന്നത്. ഒരു സീറ്റിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. ഇടുക്കിയുമായി ബന്ധപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ 25 വർഷക്കാലമായി താൻ പ്രതിനിധീകരിക്കുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുമെന്നും ഈ സർവേ ഫലം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയുള്ളത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലും UDF വലിയൊരു തിരിച്ചുവരവ് നടത്തുന്നതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്. ഇത് മാണി ഗ്രൂപ്പിന് കനത്ത തിരിച്ചടിയാകും എന്ന കാര്യത്തിലും തർക്കമില്ല. CPMനെ സംബന്ധിച്ച് ഈ ജില്ലയിൽ ഒരു സീറ്റിൽ പോലും അവർക്ക് വിജയസാധ്യതയില്ല എന്ന വസ്തുതയും ഈ എക്സിറ്റ് പോളിൻ്റെ ഫലമായി ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ആകെയുള്ള 9 സീറ്റുകളിൽ 6ഇടത്ത് UDF വിജയം ഉറപ്പിക്കുമ്പോൾ 2ഇടത്ത് LDF വിജയം ഉറപ്പിക്കുന്നുണ്ട്. ഒരു സീറ്റിൽ പ്രവചനാതീതമായ മത്സരമാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്നത്. ഇനിയുള്ളത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല 2021 UDFിന് ഒരു സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിക്കുവാൻ കഴിയാതിരുന്നൊരു ജില്ലയാണ്. ഇവിടെയും കൃത്യമായ ഒരു തിരിച്ചുവരവ് നടത്തുവാൻ UDFിന് സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ ആകെയുള്ള 5 സീറ്റുകളിൽ 3ഇടത്ത് UDF വിജയം ഉറപ്പിക്കുമ്പോൾ ഒരിടത്ത് LDF വിജയം ഉറപ്പിക്കുന്നുണ്ട്. അത് കോന്നി സീറ്റാണ്. ഒരു സീറ്റിൽ പ്രവചനാതീതമായ മത്സരമാണ് ജില്ലയിൽ നടക്കുന്നത്. അത് റാന്നി സീറ്റിലാണ്. അതായത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, തിരുവല്ല,
അടൂർ സീറ്റുകളിൽ UDF വിജയമുറപ്പിക്കുന്നുണ്ട്. കോന്നിയിൽ LDF വിജയമുറപ്പിക്കുന്നുണ്ട്. റാന്നിയിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നതെങ്കിൽ കൂടിയും UDFന് ചെറിയൊരു മേൽക്കൈ പത്തനംതിട്ട ജില്ലയിലുണ്ട് എന്നും, അതായത് റാന്നി സീറ്റിലുണ്ട് എന്നും ഞങ്ങളുടെ വിലയിരുത്തലിൽ കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. അടുത്തത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോഴും സ്വപ്നതുല്യമായ ഒരു തിരിച്ചുവരവ് UDF ഇവിടെ നടത്തിയെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. 2021 ആലപ്പുഴ ജില്ലയിൽ നിന്ന് രമേശ് ചെന്നിത്തല മാത്രമാണ് UDFന് വേണ്ടി വിജയിച്ചു കയറിയത്. മറ്റ് 8 സീറ്റുകളിലും LDF വിജയമുറപ്പിച്ചപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ 5 സീറ്റുകളിൽ UDF വിജയമുറപ്പിക്കുന്നുണ്ട്, 3 സീറ്റുകളിൽ LDF വിജയമുറപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു സീറ്റിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ UDFന് ഏറ്റവും അധികം ഗുണകരമായത് G സുധാകരൻ ഫാക്ടറാണെന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കളക്ഷനിൽ ഞങ്ങൾക്ക് ബോധ്യമായ ഒരു വസ്തുതയാണ്. അദ്ദേഹം മത്സരിക്കുന്ന അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിനപ്പുറം കായംകുളത്തേക്കും കുട്ടനാട്ടേക്കും ആരൂരിലേക്കും സുധാകരൻ ഇഫക്റ്റ് കോൺഗ്രസിനും UDFനും ഗുണമായി എന്ന് തന്നെയാണ് കണ്ടെത്തൽ. ഇനി അടുത്തത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചുവരവാണ് UDF നടത്തുന്നത്. ആകെയുള്ള 11 സീറ്റുകളിൽ 2021 കൊല്ലം ജില്ലയിൽ UDF 2 മാത്രമാണ് വിജയിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ 7 സീറ്റുകളിൽ വിജയമുറപ്പിക്കുവാൻ UDFന് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. 2 സീറ്റുകളിൽ ഇടതുമുന്നണി വിജയമുറപ്പിക്കുമ്പോൾ മറ്റ് 2 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത് എന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. അവസാന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ LDF വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമ്പോഴും അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ UDFന് സാധിക്കാതെ പോകുന്നു. അവരുടെ ദുർബലമായ സംഘടനാ സംവിധാനം തന്നെയാണ് ഇവിടെ UDFനെ ചതിക്കുന്നത്. UDFനെ സംബന്ധിച്ച് 3 സീറ്റുകളിലാണ് അവർ വിജയമുറപ്പാക്കുന്നത്. ഈ 3 സീറ്റുകളിൽ ഒരു സീറ്റ് വട്ടിയൂർക്കാവ് തന്നെയാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു. BJPക്ക് ആദ്യമായി അക്കൗണ്ട് തുറക്കുവാൻ പറ്റുന്ന 2 സീറ്റുകളും തിരുവനന്തപുരം ജില്ലയിലാണ്. NDA നേമത്തും കഴക്കൂട്ടത്തും അവരുടെ പ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ സർവേകളിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത്. 7 സീറ്റുകളിൽ ഇടതുമുന്നണി ആധിപത്യം ഉറപ്പിക്കുമ്പോൾ 2 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകെ UDFനെ സംബന്ധിച്ച് 81 സീറ്റുകളിൽ വിജയമുറപ്പാക്കുവാൻ അവർക്ക് സാധിക്കുമ്പോൾ LDFന് കേവലം 40 സീറ്റുകളിൽ മാത്രമാണ് വിജയമുറപ്പാക്കുവാൻ സാധിക്കുന്നത്. NDAക്ക് 2 സീറ്റുകളിൽ വിജയമുറപ്പാക്കുവാൻ സാധിക്കുന്നുണ്ട്. 17 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. ഈ 17 സീറ്റുകളിലും ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് LDFും UDFും തമ്മിലാണ് എന്നതുകൂടി ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ UDFന് ഞങ്ങളുടെ എക്സിറ്റ് പോൾ സർവേയുടെ വിലയിരുത്തൽ അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 81 സീറ്റും പരമാവധി 98 സീറ്റുകളും നേടുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് 40 സീറ്റ് ലഭിക്കും. പരമാവധി അവർക്ക് ലഭിക്കുവാൻ പോകുന്ന സീറ്റിൻ്റെ എണ്ണം 57 ആയിരിക്കും. NDAക്ക് പരമാവധി ലഭിക്കുവാൻ പോകുന്നത് 2 സീറ്റുകളായിരിക്കും. ഏറെക്കുറെ 2 സീറ്റുകളിൽ NDA വിജയം ഉറപ്പിച്ചു എന്ന് വേണമെങ്കിലും പറയാം. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, UDF 81 മുതൽ 98 വരെ, LDF 40 മുതൽ 57 വരെ, NDA 2 സീറ്റ് എന്ന നിലയിലാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കണക്കുകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.